ഇവിടെ ഏത് സ്ഥലം? ആറ്റുകാല്. ആട്ടുകാലാണ് സ്ഥലത്തിന്റെ പേര്. ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടെ മറ്റേ ഹോം നേഴ്സ് ഏജൻസി അത് അന്വേഷിച്ച് വരുന്നതാ. അറിയാവോ ചേട്ടാ? ഹോം നേഴ്സ് സെന്റർ ഇവിടെ ഇട്ടിരിക്കുക. ആ ഏജൻസി പറഞ്ഞു ഇവിടെ വരാനാ പറഞ്ഞത്. ആ അവിടെ ഉണ്ടല്ലേ? ആ നമ്പര് വിളിച്ച് ഇപ്പൊ എടുക്കണില്ല. അല്ലേ? നിങ്ങൾ അറിവിൽ എവിടെയെങ്കിലും ജോലി ഉണ്ടോ ചേട്ടാ? അയ്യോ കല്ല് എന്നെ എന്തോന്ന് ഇരിക്കാതെ ഞാൻ ജോലി അന്വേഷിച്ച് വന്നതാ. ചേട്ടാ എവിടെയെങ്കിലും ജോലി ഉണ്ടോ ചേട്ടാ ഇവിടെ? നിങ്ങൾ എനിക്ക് എന്ത് ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നതാ കേട്ടോ. അവിടെ നിന്ന് കൊച്ചമ്മ പറഞ്ഞു വിട്ട്. കൊച്ചമ്മക്ക് ഇത്രയും നല്ല ജോലിക്കാരി വേണ്ടെന്ന് കൊച്ചമ്മ പറഞ്ഞു വിട്ട്. അയ്യോ ചേട്ടാ എന്നെ കണ്ടിട്ട് എന്ത് തോന്നണ്? ഞാൻ ഒരു സ്വഭാവ ഇതെനിക്ക് ഒരു അങ്ങനെ ദോഷമല്ല. രാവിലെ എണീക്കൂല ചേട്ടാ. അവര് അത് മാത്രല്ല ചേട്ടാ, ഞാനേ ഈ പിന്നെ കൊച്ചമ്മ ചായ ഇടുമ്പോഴാണ് ഞാൻ എണീക്കണത്. അതുകൊണ്ട് അല്പ ചോറ് 12 മണിക്ക് പാവല്ലേ അത് കൂടെ ഉണ്ടാക്കി തന്നോണ്ട് ഞാൻ പിന്നെ അങ്ങനെ. ചേട്ടാ ഇങ്ങോട്ട് നീങ്ങി വാ ചേട്ടാ. അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. മുകളിൽ കയറ്. എനിക്ക് കൊണ്ടു ഇത് ഒച്ച വെക്കാമേ. കാരണം ഇന്നലെ ഞങ്ങൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ കേട്ടോ. സങ്കടം തോന്നി. അങ്ങനെയല്ല, കൊച്ചമ്മ പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ കുറച്ച് അപ്പുറത്താ ചേട്ടാ. അമ്പൂരി നാടല്ലേ? അങ്ങനെ ചമ്മന്തി ദോശയേ ഉള്ളു അല്ലേ ചേട്ടാ? തൽക്കാലം നിങ്ങൾ ഈ ഇവിടെ നിർത്തിക്കൂടെ അവർക്ക്? ചോദിക്കല്ലേ? ദോശ ഇടട്ടെ ചേട്ടാ? ഞാൻ ദോശ ഇടട്ടാ? ഏതന്നെ? എന്റെ ദൈവമേ, ഞാൻ ജോലി അന്വേഷിച്ചപ്പോ എത്ര ജോലി എനിക്കല്ലേ ചേട്ടാ. ഇത് വിൽക്കാനാണെങ്കിൽ ആ മാമന്റെ അടുത്ത് ചോദിച്ചാൽ ജോലി തരും. ചേട്ടാ ഇങ്ങോട്ട് ഒരു ദിവസം ഞാൻ എത്ര ലോട്ടറി വിറ്റ് തരണം? ഒരു ദിവസം 85 100 ഇങ്ങോട്ട് അടിക്കും. 100 ഞാൻ വിറ്റ് തരും. എന്തോ അമ്മ പറ്റൂല എന്നെ കൊണ്ട്? എന്നെ കൊണ്ടേ പറ്റുള്ളൂ അല്ലേ? തീർച്ചയായില്ലേ? എനിക്ക് ജോലി അന്വേഷിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വീട്ടിൽ നിന്നത് 5 മണിക്ക് എണീക്കണം. പക്ഷെ 5 മണിക്ക് എന്നെ കൊണ്ട് പറ്റൂല. പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യരുത്. പറ്റില്ലെങ്കിൽ പറ്റാനാ. അപ്പൊ ഞാൻ ഇറങ്ങി പോണെന്ന് വിചാരിച്ചപ്പോ കൊച്ചമ്മ എന്നെ ഇറക്കി വിട്ട്. അവര് പൈസ തന്നിട്ട് മുന്നേ കുട്ടി ഇറക്കി വിട്ട്. ഉള്ളത് പോലെ പറഞ്ഞു. സത്യം എവിടെയും വിജയിക്കും അല്ലേ? നമ്മള് കള്ളം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനിപ്പോ തിരക്കി വന്നു ജോലിക്ക്. എവിടെ വിളിക്കുവോ ചേട്ടാ? തന്നെ? വേറെ അപ്പൊ എനിക്ക് ജോലി ഉറപ്പല്ലേ? ലോട്ടറി ഇത് ഈ മാമിന്റെ നിങ്ങൾ എടുത്തതാ ലോട്ടറി? ചേട്ടനെ എടുത്ത് കെട്ടിത്തൂക്കിട്ടിരിക്കണം. എന്താണ് പറയണത്? ഈ രാവിലെ കോമഡി. എന്തായാലും ഒരു ചായ എങ്കിലും എനിക്ക് തരുവോ ഫ്രീ ആയിട്ട്? പിന്നെ ചായയും 2 ദോശയും കൂടെ തരി. ഞാൻ കഴിച്ചിട്ട് പോവാം. ഇത്രയും പറഞ്ഞതല്ലേ? അപ്പൊ എന്തായാലും ചേട്ടനെ അന്വേഷിക്കണം. നമ്പർ ഇവിടെ കൊടുക്കാം, ഈ കടയിൽ കൊടുക്കാം. ചേട്ടൻ എനിക്ക് ജോലി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് കേട്ടാ. തമാശയായിട്ട് ആരും എടുക്കരുത് കേട്ടോ. ഒന്നും എടുക്കാറില്ല. ശരി എന്നാ. അപ്പൊ ഞാന് 2 ദോശയും 1 ചായ എനിക്ക് തരും ഫ്രീ ആയിട്ടല്ലേ? ഏത് ചേട്ടന്? തന്നെ ചേട്ടാ. അപ്പൊ എനിക്ക് ഇനി ഇതിൽ കൂടുതൽ ഒന്നും കിട്ടാനില്ല. ചേട്ടൻ എന്നെ എങ്ങനെ കണ്ടപ്പോ വിശ്വാസം തോന്നി? പുള്ളി പാവം തോന്നിയാ? ആധാറുണ്ട്, പിന്നെ ഇത് ID കാർഡ് വേണോ? ഇലക്ഷൻ കാർഡ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, വേണമെങ്കിൽ വീട്ടിലെ പ്രമാണവും ഉണ്ട്. ചേട്ടന് ലോട്ടറി എടുക്കാൻ വേണമെങ്കിൽ 10 ദിവസം പണയം വെക്കാൻ വേണമെങ്കിൽ തരാം ഇല്ലേ? അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ളതാ ആളാണ് ഞാൻ.
അപ്പൊ പിന്നെ ചേട്ടാ ടാറ്റ. എന്തായാലും ഒരു ചായ എടുക്കാൻ കുടിച്ചിട്ട് പോട്ട്. അവൻ നോക്കിയാണ്. എടാ പൊടിയാ, നിന്ന് പോയില്ലേ സ്കൂളിലൊന്നും? പനിയാ? അറിവില്ല അതാണോ? ഇവിടെ ജോലിയില്ലേ നമ്മുടെ കേരളത്തില്? സ്ത്രീകൾക്ക് കേരളത്തിൽ ജോലിയില്ലേ? ഉണ്ട്. ഹോം നേഴ്സിനാരും വേണ്ട. ഹോം നേഴ്സിനാരും വേണ്ട. നമ്മളിപ്പം വന്ന ഉടനെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതെന്നെ ഞാൻ പറഞ്ഞ. ഇവര് നമ്പർ കൊടുത്തിട്ട് പോവാം. വേണ്ട, കൊടുക്കണേ നമ്പർ. അത് ഞാൻ പരിഗണിക്കും. നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല. നമ്പർ തന്നെ പരിഗണിക്കും. നമ്പറാണ് വേണ്ടത് അല്ലേ? പരിഗണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഉണ്ടെങ്കിൽ അറിയിക്കും. ആരെങ്കിലും നമ്മളടുത്ത് പറയുകയാണെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എവിടെ ജോലി നോക്കിയാലും 5 മണിക്ക് ഞാൻ എണീക്കില്ല. അത് ഉള്ളത് ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ എണീക്കും. മനസ്സിലായ? 5 മണിക്ക് ശേഷമുള്ള പരിപാടി എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. വേറൊരാളും കൂടെ വേണം. അപ്പൊ 5 മണിക്ക് വിളിക്കണം. എന്നെ വിളിക്കണം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് നിങ്ങൾ അതനുസരിച്ചുള്ള ജോലി കണ്ടുപിടിച്ച് തരും അല്ലേ? നമ്മളില്ലാത്ത പറഞ്ഞുകൂടല്ലോ. 5 മണിക്ക് ചിരിക്കല്ലേ, ചിരിക്കാൻ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്ന വീട്ടിലെ കൊച്ചമ്മ എന്നെ പറഞ്ഞു വിട്ടത്. 5 മണിക്ക് എണീക്കാത്തോണ്ട്. അതുകൊണ്ട് കൊച്ചമ്മ എന്തോന്ന് എത്ര മണിക്ക് എണീക്കും? ഒരു ചായ തന്നു കഴിഞ്ഞാൽ എണീക്കും. അവിടുത്തെ സാറ് പാവമാണ്. പക്ഷെ കൊച്ചമ്മ ഭയങ്കര സാറ് പാവമായിരുന്നു കേട്ടോ. അല്ലെന്ന് പറഞ്ഞു അതായത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾ കുഴപ്പമില്ല. എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നക്കാരും സ്ത്രീകളാണ് അല്ലേ? കൂടുതൽ സ്ത്രീക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് സ്ത്രീ തന്നെ. ശരിയല്ലേ? അതുകൊണ്ടാണ് അവര് പറഞ്ഞത് വൈക്കോല് കെട്ടാൻ വള്ളി വൈക്കോല് തന്നെ ഉണ്ട്. ഏത് മാവിന്റെ പടി? നീ പറഞ്ഞ എല്ലാ മാമന്മാരോടും പറയാണ് ജോലി കൊടുക്കും. അല്ല അത് പരസ്യമല്ലേ? ഒരു പരസ്യമല്ലേ? നമുക്ക് എന്തായാലും ഇവിടെ അല്ല, ജില്ലക്കാരിയാണ്. ഒരാൾ ഇത് കേട്ടിട്ട് നമ്മളെ പരിചയപ്പെടുത്തില്ലേ? അതെ 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 അതെ. 10 പേരോട് സംസാരിക്കുന്ന ഒരാൾ ചിലപ്പോൾ തരും, ജോലി തരും. ഞാൻ ഈ കടയിൽ വന്ന് ആദ്യം ചോദിച്ചത് അതെ ചേട്ടന്റെ പെണ്ണുപിള്ള സമ്മതിക്കില്ല. ചേട്ടന്റെ പെണ്ണുപിള്ള സമ്മതിക്കാത്തുണ്ടല്ലോ. ഇവിടെ അവർക്കുള്ള ജോലിയേ ഉള്ളു അല്ലേ? എന്നാലും എവിടെയെങ്കിലും ഒപ്പിച്ച താടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ അവള് പറ്റൂല. ഒന്നീ ജോലി ഇതിനെ വീട്ടിൽ അവളെ വീട്ടിൽ ഇരുത്തിട്ട് ഞാനിവിടെ അക്കൗണ്ടറായിട്ട് ഇരിക്കാം. ശരിയില്ലേ ചേട്ടാ? സമ്മതിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവര് നക്കിക്കൊല്ലും, ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞെക്കിക്കൊല്ലും. ഇതേ ഉള്ളല്ലേ? എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ആരും ഇത് തമാശയായിട്ട് എടുക്കരുത്. നമ്പർ കൊടുക്കുക. എനിക്ക് ജോലിക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞത്. കളിയായിട്ട് എടുക്കരുത്. പറയാലോ. ചേട്ടാ നിങ്ങൾ എന്താ പറയാ? ആണോ? അവിടെ ഒന്നും വേക്കൻസി ഇല്ല. എനിക്ക് അവരെയാണ് വേണ്ടത്. ഓ, ഭാഷ അറിഞ്ഞൂടല്ലോ അല്ലേ? അവർക്ക് മലയാളമൊക്കെ അറിയാവോ? നന്നായിട്ട് അറിയാം. അപ്പൊ എന്തായാലും ജോലി എനിക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ നമ്പർ, ഈ കടയിൽ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ ഇത് ഏത് സ്ഥലം? ആട്ടുകാലാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കുഞ്ഞു കടയാണ് കേട്ടോ. എന്തായാലും കടയിൽ നിന്ന് കാപ്പിയൊക്കെ ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഇതുവഴി പോകുന്ന പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ കയറി കാപ്പി കഴിക്കുക. നല്ല അടുപ്പത്ത് ഇട്ട് ഉണ്ടാക്കുന്ന ദോശയും ചായയൊക്കെയാണ്. കുഞ്ഞു വിശേഷം ഒരു ഫ്രാങ്ക് ആയിട്ട് വന്നതാണ്. ഫ്രാങ്ക് പണി പാളി.
എനിക്കൊരു ജോലി ഒപ്പിച്ച് ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് നീങ്ങി. എന്തോന്ന് ജോലി വേണം? കൊച്ചിനെടുപ്പ് നാളെ തൊട്ട് കൊച്ചിന് കൊച്ചിനെടുപ്പ് തള്ളയെടുക്കാൻ മതിയാ കയറി എടുക്കാം തള്ളയൊന്നും എടുക്കാൻ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. കടയിൽ ഇത് ഇത്ര മാത്രം ആൾക്കാർ കേട്ടോ. ഞാൻ ജോലി തിരക്കി വന്നെന്ന് പറഞ്ഞപ്പോ ഈ പഞ്ചായത്തിലുള്ള മൊത്തം ആൾക്കാർ ഇവിടെ എത്തിയില്ല ചേട്ടാ. എത്തി അല്ലേ അല്ലേ മോനെ മോനെ ഹായ് പറ. അപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കൊച്ചിനെ എടുക്കും തള്ളയെ എടുക്കൂലെന്നാണ് പറയുന്നത്. തള്ള എടുത്ത വിവരം അറിയും. തള്ള എടുക്കാന്ന് കൊച്ചിനെ ഇവർക്ക് കൊടുത്തിട്ട് തള്ള എടുക്കാന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എന്തൊക്കെയാണോ എനിക്ക് ആ ശരി ഓക്കെ ചാനൽ കാണുവാ. നമ്മളെ എന്നെ വിളിക്കും. അങ്ങോട്ട് കാണിച്ചോട്. നമ്പർ മാറ്റാ നമ്പർ. ഓക്കെ ഓക്കെ